ഇന്നും സുബ്ഹി നിസ്കരിക്കാതെ എഴുന്നേറ്റുകൊണ്ട് നിസ്കാരം ഖളാക്കിയിട്ട് റബ്ബ് നൽകിയ ഭക്ഷണം കഴിച്ച് വെള്ളം കുടിച്ച് ഭൂമിയിലൂടെ ഉല്ലസിച്ച് നടക്കുന്ന മനുഷ്യനാണോ അവൻ എത്രമാത്രം ഭീകരജീവിയാ, എത്രമാത്രം വലിയ ഭാഗ്യദോഷമുള്ളവനാ. ഒരൊറ്റ നേരം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഞരമ്പിന് ബ്ലോക്ക് നൽകിയാൽ പരിഹരിക്കാൻ പറ്റുന്ന വൈദ്യന്മാരില്ലല്ലോ, തിരുത്തിക്കൊടുക്കാൻ പറ്റുന്ന സഹായികളില്ലല്ലോ. തായോട്ടിറങ്ങിപ്പോകുന്ന വെള്ളം തായോട്ട് ഇറങ്ങണ്ടാന്ന് നല്ല തീരുമാനിച്ചാല് ഇറക്കി കൊടുക്കാനാരാ? വയറ്റിന്റെ ഉള്ളിലുള്ള ഭക്ഷണം ദഹിക്കേണ്ടതില്ലാന്ന് നല്ല തീരുമാനിച്ചാല് ഏത് മരുന്നിന് ദഹിപ്പിക്കാൻ കഴിയും? ഏത് ഗുളികക്ക് ദഹിപ്പിക്കാൻ കഴിയും? ഏത് ഇഞ്ചക്ഷന് ദഹിപ്പിക്കാൻ കഴിയും? റബ്ബ് തആല തരുന്ന അനുഗ്രഹമൊന്ന് ആലോചിച്ചൂടെ? നിസ്കാരം ഖളാക്കിയാള് എങ്ങനെ ഭൂമുഖത്തുകൂടെ നടക്കാനാ? നടക്കുന്ന മണ്ണവനെ ശപിക്കൂലേ? ഭൂമി അവനെ കുറ്റം പറയൂലേ? കാറ്റടിച്ച് വീശുന്ന കാറ്റവനിൽ നിന്ന് മാറിപ്പോകൂലേ? കുടിക്കുന്ന ജലാശയങ്ങള് അവനെ ആക്ഷേപിക്കൂലേ? ഒരു പുണ്യകർമ്മവും നിസ്കാരത്തിന്റെ സ്ഥാനത്ത് നിൽക്കൂല. ഒരു സഹോദരനോ സഹോദരിയോ മരണപ്പെട്ടു എന്ന് നിങ്ങൾ കൂട്ടിക്കോളൂ. ആ സഹോദരന്റെ പരടിയിൽ നോമ്പ് നിർബന്ധമായതുണ്ട്. മഹാന്മാര് പറഞ്ഞല്ലോ, ബന്ധുക്കൾ നോറ്റാൽ ആ നോമ്പ് വീടിപ്പോകും. അതേ, ആ നോമ്പിന് പകരം മുദ്ദ് കൊടുത്താലും ബന്ധുക്കൾ വീട്ടിയാലും നോമ്പിന് പരിഹാരമാകും. ഈ മരിച്ചുപോയ മനുഷ്യന്റെ പരടിയിൽ നിർബന്ധമായ ഹജ്ജുണ്ട് എന്ന് കരുതിക്കോളൂ. കുടുംബക്കാരോ മറ്റാരോ അയാൾക്ക് വേണ്ടി ഒരു ഹജ്ജ് ചെയ്താൽ ഹജ്ജിന്റെ ബാധ്യത വീടിപ്പോകും. ഈ മരിച്ചുപോയ മനുഷ്യന്റെ പരടിയിൽ 10-25 കൊല്ലത്തിന്റെ സക്കാത്തിന്റെ കണക്കുണ്ട് എന്ന് കൂട്ടിക്കോളൂ. വീട്ടിയാൽ ആ സക്കാത്തിന്റെ കണക്കും വീടിപ്പോകും. അതേ സമയത്ത് ഒരു വക്ത് നിസ്കാരം ഖളാ ഉണ്ടെങ്കിലോ, ഒരൊറ്റ വക്ത് നിസ്കാരം ഖളാ ഉണ്ടെങ്കിലോ അത് പരിഹരിക്കാനുള്ള മാർഗമുണ്ടോ? തഹ്ലീൽ കൊണ്ട് അല്ലാഹ് പൊറുക്കുമോ? ജനാസ നിസ്കാരം കൊണ്ട് അല്ലാഹ് പൊറുക്കുമോ? ദിനായിരക്കണക്കിന് ഖുർആനിന്റെ ഖത്മ കൊണ്ട് അല്ലാഹ് പൊറുക്കുമോ? ഇല്ലേ, ഇല്ല. നിസ്കാരത്തിന്റെ പകരം നിൽക്കുന്ന ഒരൊറ്റ അമലും വേറെയില്ല. ആ മരിച്ചുപോയ ബാപ്പാന്റെ പേരിൽ, മരിച്ചുപോയ ഉമ്മാന്റെ പേരിൽ ഈ കാണുന്ന മഹല്ലത്തിലുള്ള മുഴുവൻ കുടുംബാംഗങ്ങൾക്കും ഓരോരുത്തർക്ക് വീതം 5 കിലോ മാംസവും 10 കിലോ അരിയും മക്കള് സംഭാവന ചെയ്തു എന്ന് കൂട്ടിക്കോളൂ. ഈ ഒരൊറ്റ വക്തിന്റെ നിസ്കാരത്തിന്റെ ഖളാഇന് അത് പരിഹാരമാകുമോ? ഇല്ലേ, ഇല്ല.